نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ദീനുൽ ഇസ്ലാം മുറുകെ പിടിക്കുന്നത് കൊണ്ട് മാത്രമാണ് ദുനിയാവിലും പരലോകത്തും നല്ല ജീവിതം ലഭിക്കുക എന്നുള്ളതും തുടക്കത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുക. ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന കാര്യമാണ് ദുനിയാവിലും പരലോകത്തും സന്തുഷ്ടമായിട്ടുള്ള ജീവിതം. പല ആളുകളും സന്തുഷ്ടമായിട്ടുള്ള ജീവിതത്തിനെ തെറ്റിദ്ധരിച്ചു നല്ല വസ്ത്രം, നല്ല ഭക്ഷണം, നല്ല പാർപ്പിടം, നല്ല സൗകര്യങ്ങളാണ് എന്നുള്ളത്. ദീനുൽ ഇസ്ലാമിൻ്റെ ഖുർആനിക വചനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. യഥാർത്ഥത്തിൽ സന്തുഷ്ട ജീവിതം എന്ന് പറഞ്ഞാൽ അത് മനസ്സിന് ലഭിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ യഥാർത്ഥ രൂപത്തിൽ ആരാധിച്ചുകൊണ്ടും ദീനുൽ ഇസ്ലാം ജീവിതത്തിൽ പാലിച്ചുകൊണ്ടും മാത്രം ലഭിക്കുന്ന ഒരു കാര്യമാണ് ഹയാത്തുൻ ത്വയ്യിബ എന്നുള്ളത്. ഇത് സമൂഹത്തിൽ വളരെ പ്രത്യക്ഷമായി അറിയുന്ന ഒരു കാര്യമാണ്. മാസത്തിൽ ലക്ഷങ്ങൾ വരുമാനമുള്ള സഹോദരന്മാർ, നല്ല വസ്ത്രം ധരിക്കുന്നവർ, നല്ല വാഹനത്തിൽ സഞ്ചരിക്കുന്നവർ, അവർക്ക് സന്തോഷത്തിന് വേണ്ടി, ആനന്ദത്തിന് വേണ്ടി ഹറാമുകളിലേക്ക് പോകുന്ന രാത്രിയിൽ നിശാ ക്ലബ്ബുകളിലാണ്, ബാറുകളിലും പബ്ബുകളിലും മദ്യപാനത്തിലും. ചില ആളുകളാകട്ടെ സങ്കടം ഉണ്ടാകുമ്പോൾ കെട്ടിയുയർത്തപ്പെട്ട ഖബറിലേക്കാണ് ആദ്യമായി പോകുന്നത്. നഊദു ബില്ലാഹ്. എന്നാൽ ദീനുൽ ഇസ്ലാം വിശുദ്ധ ഖുർആനിൽ നമുക്ക് പറയുന്നതായി കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് സൂറത്തുൻ നഹ്ലിൽ, മൻ അമില സ്വാലിഹൻ, ഒരാൾ സൽക്കർമ്മം പ്രവർത്തിച്ചു. സൽക്കർമ്മം എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് നൽകിയിട്ടുള്ള എന്ത് സൽക്കർമ്മമായിട്ട് ഇബാദത്തുകൾ. സൽക്കർമ്മം എന്നുള്ള ഖുർആനിലും ഹദീസിലുള്ള ഉദ്ദേശം അത് ഇബാദത്താണ്. സഹോദരങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഇബാദത്ത്. ആരെങ്കിലും ഇബാദത്തുകൾ ചെയ്തു, ആരാധന അള്ളാഹുവിന് മാത്രം നൽകി. മിൻ ദക്കരിൻ ഔ ഉൻസ, പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ രണ്ടുപേർക്കും ഒരുപോലെയാണ് എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു നിബന്ധന കൂടി പറയാണ്, വഹുവ മുഅ്മിനുൻ, അവൻ സത്യവിശ്വാസിയാണ്, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം കാര്യങ്ങളിൽ വിശ്വസിക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ടോ അതിലെല്ലാം കൃത്യമായി കൊണ്ട് വിശ്വസിക്കുന്ന സത്യവിശ്വാസിയാണ്, മുഅ്മിനാണ്. അവൻ മുഅ്മിനാണ്. അതോടൊപ്പം അവൻ്റെ അടുത്ത് അമലു സ്വാലിഹാത്തും ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഓഫർ എന്താണ് സഹോദരങ്ങൾ? ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ, അവനെന്നാൽ ജീവിപ്പിക്കുക തന്നെ ചെയ്യും ഏറ്റവും നല്ല ജീവിതം. ഏറ്റവും നല്ല ജീവിതം അവർക്ക് നൽകുമെന്നുള്ള ദുനിയാവിൽ വെച്ച്. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ എന്ന് മാത്രമല്ല, പരലോകത്ത് വെച്ച് ശ്രദ്ധിക്കണം, പരലോകത്ത് വെച്ച് അവൻ പ്രവർത്തിച്ചതിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അനുസരിച്ച പ്രതിഫലം നൽകുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ദുനിയാവിലെ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം പരലോകത്ത് ലഭിക്കും. ഇവിടെയും സമാധാനവും സംതൃപ്തിയും, അവിടെയും സമാധാനവും സംതൃപ്തിയും. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, ഈ ഒരു സമാധാനവും യഥാർത്ഥ രൂപത്തിലുള്ള ജീവിതം ലഭിക്കാൻ മറ്റൊരു മാർഗമില്ല. അത് ഉറപ്പിച്ചോളി, മറ്റൊരു മാർഗമില്ല. ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുള്ള ഈ ഒരു മാർഗമല്ലാതെ
അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമായി കൊണ്ട് വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുകയും അതുപോലെ തന്നെ ജീവിതത്തിൽ അമലു സ്വാലിഹാത്തുകൾ കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ള മാർഗമല്ലാതെ സൂറത്തു സബയിലെ 37-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതേ വിഷയം മറ്റൊരു രൂപത്തിൽ പറയുന്നതായി കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വമാ അംവാലുക്കും വലാ ഔലാദുക്കും ബില്ലതി തുകദ്ദിബുക്കും ഇൻദനാ സുൽഫാ. നിങ്ങളുടെ സമ്പത്തോ സന്താനങ്ങളോ എൻ്റെ അടുക്കിലേക്ക് അടുപ്പിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് അതിന് പ്രത്യേകിച്ച് ഗുണമൊന്നും ലഭിക്കൂല. കുറെ സമ്പത്തുണ്ടായി, സന്താനം ഉണ്ടായി എന്നുള്ളതിനെ കൊണ്ട്. പക്ഷെ ഒരു കൂട്ടർക്ക് ലഭിക്കും. എന്താണ് അവരുടെ പ്രത്യേകത? ഇല്ല. ഒരു കൂട്ടർക്ക് ലഭിക്കും മൻ ആമന, വിശ്വസിച്ചു, അള്ളാഹുവിൽ വിശ്വസിച്ചു, യഥാർത്ഥ രൂപത്തിൽ വിശ്വസിച്ചു, വിശ്വാസിയാണ്. വഅമില സ്വാലിഹൻ, എന്ന് മാത്രമല്ല സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്ന ഇബാദത്ത്, ആരാധനകളും അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമായി ചെയ്യാൻ പറഞ്ഞ ആരാധനകൾ ഉണ്ടായിരുന്നു. ഐച്ഛികമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഫഉലൈക ലഹും ജസാഉ ളഅഫ്, അക്കൂട്ടർക്കുണ്ട് ഇരട്ടിയായിട്ടുള്ള പ്രതിഫലം. ബിമാ ആമിലു, അവർ പ്രവർത്തിച്ചതിന്റെ ഫലമായിക്കൊണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഔദാര്യത്തിൽ നിന്നും, അള്ളാഹുവിന്റെ വിശാലമായ ഔദാര്യത്തിൽ നിന്നും തന്റെ അടിമകൾക്ക് നൽകും എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. എന്ന് മാത്രമല്ല, വഹും ഫിൽ ഖുർഫാതി ആമിനൂൻ, ഉന്നതമായിട്ടുള്ള സ്വർഗത്തിന്റെ മുറികളിൽ, റൂമുകളിൽ അവർ നിർഭയത്വത്തോടു കൂടി കഴിഞ്ഞുകൂടുന്നവരായിരിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ പറയണം. ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ, ഏത് ജീവിതം വേണം? ഏത് ജീവിതം തനിക്ക് വേണം? സങ്കടപൂർണമായിട്ടുള്ള ജീവിതമാണോ അതല്ല സന്തുഷ്ടമായിട്ടുള്ള ജീവിതമാണോ തനിക്ക് വേണ്ടത്? വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, സന്തുഷ്ടമായിട്ടുള്ള ജീവിതം ഈമാൻ കൊണ്ടും അമലു സ്വാലിഹാത്ത് കൊണ്ടും മാത്രം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് കാണാൻ സാധിക്കും സൂറത്തുൽ ബഖറയുടെ തുടക്കഭാഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുകയും പിന്നീട് അവിടെ മലക്കുകളും അല്ലാഹു സുബ്ഹാനഹു വ തആലയും തമ്മിൽ നടന്നിട്ടുള്ള ഒരു സംഭാഷണം വിശുദ്ധ ഖുർആനിലെ തുടക്കഭാഗത്ത്, സൂറത്തുൽ ബഖറയുടെ തുടക്കഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനോഹരമായി കൊണ്ട് ചർച്ചയോടെ ആ ഒരു വിഷയം വിശദീകരിക്കുന്നതായി കാണാം. എന്നിട്ട് അതിന്റെ അവസാന ഭാഗത്തിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാമും തന്റെ പ്രിയ പത്നി ഹവ്വ അലൈഹിസ്സലാത്തു വസ്സലാമും അവിടുന്ന് നമ്മുടെ ഉമ്മയും ഉപ്പയുമായ അവർ ഒരബദ്ധം പറ്റി ശൈത്താന്റെ വസ്വാസിൽപ്പെട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ച ഒരു കനി, ഒരു ഫലം ഭക്ഷിക്കുകയാണ്. അതിന്റെ ഫലമായി കൊണ്ട് സ്വർഗത്തിന്റെ വാസികളായിരുന്ന മനുഷ്യരെ ഭൂമിയിലേക്ക് അയക്കുകയാണ്. ഈ അയക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്ന ഒരു ഉപദേശമുണ്ട്. ഈ ഉപദേശം സഹോദരന്മാരെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്താണ് ആ ഉപദേശം? ഫഇമ്മാ യഅതിയന്നകും മിന്നി, എൻ്റെ അടുക്കൽ നിന്നും നിങ്ങളിലേക്ക് വന്നെത്തുകയാണെങ്കിൽ ഹുദൻ, സന്മാർഗം, നിങ്ങളിലേക്ക് എൻ്റെ അടുക്കൽ നിന്നും സന്മാർഗം വന്നെത്തിയാൽ ഫമനിത്തബ ഹുദായ, ആ സന്മാർഗത്തെ ആരാണോ സ്വീകരിച്ചത്, പിൻപറ്റിയത്, ഫലാ യദില്ലു വലാ യഷ്ഖാ, അവർ വഴിപിഴക്കുകയില്ല, അവൻക്ക് ദൗർഭാഗ്യം, അതായത് സന്തുഷ്ടമായിട്ടുള്ള ജീവിതത്തിനെതിരായിട്ടുള്ള കാര്യം അവൻക്ക് ലഭിക്കുകയില്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചതാ. അപ്പൊ സഹോദരങ്ങളെ, സന്മാർഗം നമ്മുടെ അടുക്കലേക്ക് വരും, നമ്മൾ സ്വീകരിക്കുക എന്നുള്ള നമ്മുടെ മേൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്, നിർബന്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കുക, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിൽ കൃത്യമായി കൊണ്ട് അനുധാവനം ചെയ്യുക എന്നുള്ളത് ഓരോ മുഅ്മിന്റെ മേലും ബാധ്യതയുള്ള കാര്യം, നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇനി എന്തെല്ലാമാണ് ഈമാൻ കാര്യങ്ങൾ? നമ്മൾ പലപ്പോഴും മദ്രസ പഠനത്തിൽ പഠിച്ച് മനഃപ്പാഠമായി കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് കാണാൻ സാധിക്കും പ്രസിദ്ധമായ ഹദീസ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നറിയപ്പെടുന്ന ഹദീസ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും സദസ്സിലേക്ക് മനുഷ്യവേഷത്തിൽ വരികയാണ്. നല്ല സൗന്ദര്യമുള്ള ഒരു മനുഷ്യൻ അങ്ങനെ കയറി വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ. എന്തിനു വേണ്ടി? സ്വഹാബത്തിനെ പഠിപ്പിക്കാൻ, നമ്മെ പഠിപ്പിക്കാൻ. എന്തിനു വേണ്ടി? നമ്മെ പഠിപ്പിക്കാൻ വേണ്ടി. അവിടെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യം ചോദിക്കുന്നത് ഇസ്ലാമിനെ കുറിച്ചാണ്. രണ്ടാമത് ചോദിക്കുന്നത് ഈമാൻ കുറിച്ചാണ്. ഈമാൻ എന്താണ്? ഈമാൻ എന്തെല്ലാമാണ് ഈമാൻ കാര്യങ്ങൾ എന്ന് ചോദിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഈ ഒരു ഹദീസ് റിവായത്ത് ചെയ്യുന്നത് അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു തആല തന്റെ പിതാവിൽ നിന്ന്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചതായി കാണാൻ സാധിക്കും. ഈ ഹദീസിൽ പറയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തുഅ്മിന ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കലാണ്. അല്ലാഹുവിൽ വിശ്വസിക്കാൻ പറഞ്ഞ എല്ലാ കാര്യത്തിലും കൃത്യമായി വിശ്വസിച്ചാൽ മാത്രമേ ഒരാൾ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്ന് പറയാൻ സാധിക്കുള്ളൂ. ഒരാൾ പറയാൻ ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, അതോടൊപ്പം അല്ലാഹു അല്ലാത്തവരോട് ചോദിക്കുകയാണ്, വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. പ്രയാസഘട്ടത്തിൽ യാ അബ്ദുൽ ഖാദർ ജീലാനി, ബദ്രീങ്ങളെ, മുഹീദ്ദീൻ ഷെയ്ഖ്, അല്ലെങ്കിൽ
CM അടൂര് എന്ന് വിളിക്കുകയാണെങ്കിൽ അവന് അള്ളാഹുവിലുള്ള വിശ്വാസം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം, യാഥാർത്ഥ്യം. ഇത് നമ്മൾ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കണം. അള്ളാഹുവിലുള്ള വിശ്വാസം, നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണെന്ന് ആവുകൊണ്ട് പറഞ്ഞാൽ ഒരാൾ വിശ്വാസി ആവൂല. രണ്ടാമതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും അത് വമലായികതിഹി, അള്ളാഹുവിന്റെ മലക്കുകളിൽ വിശ്വസിക്കുക. അള്ളാഹുവിന്റെ മലായികത്തിലുള്ള വിശ്വാസം, അതിൽ സൂക്ഷ്മമായിട്ട് ചില കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. പൊതുവായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മലായികത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുണ്ടോ അതെല്ലാം നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കുക എന്നുള്ളതാണ് ചുരുക്കത്തിൽ ആ പ്രകാരം പറയാൻ സാധിക്കും. വകുതുബിഹി, മൂന്നാമത്തെ കാര്യം വകുതുബിഹി, അള്ളാഹു നൽകിയിട്ടുള്ള ഗ്രന്ഥങ്ങളിലെ വിശ്വാസം അത് പൂർത്തിയായിരിക്കണം എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പേര് പറഞ്ഞു തന്നിട്ടുള്ള ഗ്രന്ഥങ്ങളാകട്ടെ അതല്ലാത്ത ഗ്രന്ഥങ്ങളാകട്ടെ ഒരു സത്യവിശ്വാസി കൃത്യമായി കൊണ്ട് അതിൽ വിശ്വസിക്കൽ നിർബന്ധമാണ്. വറുസുലിഹി, പ്രവാചകന്മാരിലുള്ള വിശ്വാസം, പ്രവാചകന്മാരിലുള്ള വിശ്വാസം. ഒരു പ്രവാചകന്മാർ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുണ്ട് ഭൂമിയിലുള്ള എല്ലാ ഭാഗത്തിലേക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നഹ്ലിൽ പറഞ്ഞതുപോലെ വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ അഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, തീർച്ചയായിട്ടും നാം നിയോഗിച്ചിട്ടുണ്ട് എല്ലാ സമൂഹത്തിലേക്കും പ്രവാചകനെ. അൻ അഅ്ബുദുല്ലാഹ, എന്തിനു വേണ്ടിയാണ് സഹോദരങ്ങൾ? അൻ അഅ്ബുദുല്ലാഹ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ. വജ്തനിബുത് താഗൂത്ത്, അള്ളാഹു അല്ലാത്തവ ആരാധിക്കപ്പെടുന്നവരെ ഉപേക്ഷിക്കാനും വേണ്ടി, ഇത് പറയാൻ വേണ്ടിയാണ് പ്രവാചകന്മാർ വന്നത്. ഈ പ്രവാചകന്മാരെ കൃത്യമായി കൊണ്ട് വിശ്വസിക്കണം. വൽ യൗമിൽ ആഖിർ, പരലോകത്തിലുള്ള വിശ്വാസം, പരലോകത്തിലുള്ള വിശ്വാസം. പരലോകത്തെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹദീസിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ, അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ എന്തെല്ലാം നമുക്ക് അറിയിച്ചു നൽകിയിട്ടുണ്ടോ അത് അങ്ങനെ തന്നെ വിശ്വസിക്കൽ നിർബന്ധമാണ് സത്യവിശ്വാസിയെ കുറിച്ച്. ഖബർ ജീവിതം, അതുപോലെ തന്നെ ഖിയാമത്ത് നാൾ, സ്വർഗവും നരകവും, അതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ വിശ്വസിച്ചാൽ മാത്രമേ പരലോകത്തിലുള്ള വിശ്വാസം അവർക്ക് പൂർത്തിയാകുള്ളൂ. വതുഅ്മിന ബിൽ ഖദ്രി ഖൈരിഹി വശർരിഹി, ആറാമത്തെ കാര്യം, ഈ ലോകങ്ങൾ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും, ഓരോ മനുഷ്യന്റെ പ്രവർത്തനങ്ങളും ചിന്തകളും കാര്യങ്ങളും എല്ലാം കൃത്യമായി കൊണ്ട് ഖദറാക്കിയിട്ടുണ്ട്. അതിനനുസരിച്ച് നടക്കുള്ളൂ എന്നുള്ള വിശ്വാസം. ഈ കാര്യങ്ങളൊന്നും വിശ്വസിക്കാതെ സഹോദരങ്ങളെ ഈമാൻ പൂർത്തിയാകൂല. ഈ കാര്യങ്ങൾ, ഇതുപോലുള്ള കാര്യങ്ങൾ വിശ്വസിക്കണം. ആദ്യം അത് ചെയ്യണം. അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അറിവില്ലെങ്കിൽ സഹോദരങ്ങളെ നമ്മൾ പഠിക്കണം എന്ന് മാത്രമല്ല, ഇനി അറിവുണ്ടെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും നമ്മളത് കൂടുതൽ ഈമാൻ വർദ്ധിക്കുന്ന, ഈമാൻ ദൃഢമാക്കുന്ന കാര്യങ്ങൾ പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാ സിഫാത്തിനെ കുറിച്ച്, വിശുദ്ധ ഖുർആന്റെ വചനങ്ങളുടെ വിശദീകരണത്തിനെ കുറിച്ച്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുള്ള തിരുമൊഴികൾ, ഹദീസിനെ കുറിച്ച് സഹോദരങ്ങൾ പഠിക്കൂ. സഹോദരന്മാരെ നിങ്ങൾ പഠിക്കൂ, നിങ്ങൾക്ക് ഈമാൻ വർദ്ധിക്കും. നമുക്ക് കാണാൻ സാധിക്കും ഈമാൻ വർദ്ധിക്കുന്ന വിഷയത്തിൽ സ്വഹാബത്ത് എത്രത്തോളം ഗൗരവത്തോടു കൂടി കണ്ടിരുന്നു എന്നുള്ള വിഷയത്തിൽ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, സംശയമല്ല ഉമ്മത്തിൽ രണ്ടാമത്തെ ഉത്തമ വ്യക്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് ശേഷം രണ്ടാം ഖലീഫ അമീറുൽ മുഅ്മിനീൻ എന്ന് സ്ഥാനപ്പേരുള്ള ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പറഞ്ഞു ഉമറും ഫിൽ ജന്ന, ഉമർ റളിയല്ലാഹു തആല അൻഹു സ്വർഗ്ഗത്തിലാണെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പല ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ബദ്രിൽ പങ്കെടുത്തു, ഉഹദിൽ പങ്കെടുത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ദീനിനും വേണ്ടി റസൂലിനെ സംരക്ഷിച്ചു, ദീനുൽ ഇസ്ലാമിനു വേണ്ടി ഖിദ്മത്ത് ചെയ്തുകൊണ്ട് ജീവിതം മാറ്റിവെച്ച സ്വഹാബി. അദ്ദേഹം പറയുന്നതായി കാണാൻ സാധിക്കും. അദ്ദേഹം പറയാണ്, തന്റെ കൂട്ടുകാരോട് പറയണം, തആലൂ നസ്ദാദു ഈമാന, നിങ്ങൾ വരൂ നമുക്ക് ഈമാനെ കുറിച്ച് പറയാം, ഈമാൻ വർദ്ധിപ്പിക്കാം. എന്താണ് പറഞ്ഞത്? ഈമാൻ വർദ്ധിപ്പിക്കാം. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അബ്ദുല്ലാഹ് ബിൻ റവാഹ റളിയല്ലാഹു തആല അൻഹു, സ്വഹാബി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സ്വഹാബി, അദ്ദേഹം തന്റെ ആളുകളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് പറയാറുണ്ടായിരുന്നു, തആലൂ നുഅ്മിനു ബിസാഅ, തആലൂ നുഅ്മിനു സാഅതൻ, തആലൂ നിങ്ങൾ വരൂ നമുക്കൊരു കുറച്ച് സമയം ഈമാൻ കൊള്ളാം. എന്താണ് പറയുന്നത്? ഈമാൻ കൊള്ളാം. നമ്മൾ 4 പേരിരുന്ന് കഴിഞ്ഞാൽ നഊദു ബില്ലാഹ്, ഒന്നെങ്കിൽ കച്ചവടത്തിന്റെ ചർച്ച, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ ചർച്ച, അതല്ലെങ്കിൽ ഈ ഒരു സമയമായി ബന്ധപ്പെട്ട് നോക്കിയ ലോകകപ്പിന്റെ ചർച്ച. സഹോദരങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടാ? ചിന്തിച്ചു നോക്കിയിട്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കൂട്ടുകാരുടെ കൂടെ ഇരുന്നു കൊണ്ട്, സഹോദരന്മാരുടെ കൂടെ ഇരുന്നു കൊണ്ട് പരലോകത്തെ കുറിച്ച് ചർച്ച ചെയ്തത്, വിശുദ്ധ ഖുർആനിലെ ആയത്തിനെ കുറിച്ച് ചർച്ച ചെയ്തത് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? തന്റെ മക്കളുടെ കൂടെ ഇരുന്നിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കൂ. അങ്ങനെയായിരുന്നു സ്വഹാബത്ത് എന്നുള്ളത് ഇതുപോലുള്ള അസറുകളിൽ നിന്ന് ഒരുപാട് കാണാൻ സാധിക്കും. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് 28ാമത്തെ വയസ്സിൽ യമനിലേക്ക് ദഅവത്തിന് അയക്കുന്ന സ്വഹാബിയാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തിന് അയക്കണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ നിന്നുള്ള തസ്കിയത്താണ് അവിടെ കൊടുക്കുന്നത്. ഈ സ്വഹാബി അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും തന്റെ സഹോദരന്മാരെ, ഇജ്ലിസ് ബിനാ ഫലനുമിൻ സാഅ, ഇരിക്കൂ, നമുക്ക് അല്പസമയം ഈമാൻ കൊള്ളാം, ഈമാനെ കുറിച്ച് ചർച്ച ചെയ്യാം, ഈമാൻ വർദ്ധിപ്പിക്കാം. സുബ്ഹാനല്ലാഹ്, ആരാണിതെല്ലാം? ആരാണ് ഇവർ? അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട സ്വഹാബത്ത് റളിയല്ലാഹു തആല അൻഹു ഇപ്രകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്രകാരം അവർ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈമാൻ കുറഞ്ഞ പിൽകാലഘട്ടക്കാരായ അറിവില്ലാത്ത നമ്മൾ എത്രത്തോളം ഗൗരവത്തോടു കൂടി ഒരു വിഷയം കാണണം. മസ്ജിദുകളിൽ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, ആരും പങ്കെടുക്കുന്നില്ല. ഖുത്ബയിലേക്ക് വൈകി വരിക, വൈകി വരിക. എന്നിട്ട് എവിടെയെങ്കിലും ഒരു മൂലൊക്കെ പോയിരിക്കുക, എന്നിട്ട് ഫോണുമ്മ കളിക്കുക, മറ്റ് ചിന്തകളുണ്ട്. സഹോദരൻ, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈമാൻ സംരക്ഷിച്ചു കൊണ്ടുള്ള ജീവിതം യാഥാർത്ഥ്യമാണോ എന്നുള്ളതൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനാ അല്ലാഹ് വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ പറഞ്ഞു വന്നത് ഈമാൻ വർദ്ധിപ്പിക്കുന്ന, ഈമാൻ ദൃഢമാക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ ജീവിതത്തിൽ അത് കാണിച്ചു നൽകിയിട്ടുണ്ട്. സ്വഹാബത്ത് റളിയല്ലാഹു തആല അൻഹും അവരുടെ ജീവിതത്തിൽ അത് നമുക്ക് പറഞ്ഞു നൽകിയിട്ടുണ്ട്. നമ്മളിലേക്ക് കൃത്യമായി കൊണ്ടെത്തിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ, ഈമാൻ വർദ്ധിപ്പിക്കാൻ, അത് നിലനിർത്താനുള്ള പ്രധാനപ്പെട്ട ചില മാർഗങ്ങൾ ചുരുക്കത്തിൽ പറയാം. ഒന്നാമതായിക്കൊണ്ട് നന്മകൾ പൂർണ്ണമായിക്കൊണ്ട് ജീവിതത്തിൽ പാലിക്കുക എന്നുള്ളതാണ്. ജീവിതത്തിൽ കൃത്യമായി കൊണ്ട് നന്മകൾ ചെയ്യുക എന്നുള്ള ഇബാദത്തുകൾ അധികരിപ്പിക്കുക. നിർബന്ധമായിട്ടുള്ള ഇബാദത്ത് ആദ്യമായിട്ടും പിന്നീട് ഐച്ഛികമായിട്ടുള്ള സുന്നത്തായിട്ടുള്ള ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതിൽ കുറവുണ്ടോ? പ്രത്യേകിച്ച് നിസ്കാരം. സഹോദരങ്ങൾ, നിസ്കരിച്ചിട്ട് ഒരു വക്ത് നഷ്ടപ്പെടുത്തിയാൽ, ഒരു വക്ത് അറിഞ്ഞുകൊണ്ട് സമയമായിട്ടുണ്ട്, ഞാൻ നിസ്കരിക്കൽ നിർബന്ധമാണ്, യാത്രയിലല്ല, യാതൊരു ഒഴിവുകയില്ലാത്ത അവസ്ഥയിൽ ഒരു വക്ത് നഷ്ടപ്പെടുത്തിയാൽ അവൻ ദീനുൽ ഇസ്ലാമിന് പുറത്താണോ അല്ലേ എന്നുള്ള ചർച്ച മഹാന്മാരായ പണ്ഡിതന്മാർക്കിടയിൽ കാണാൻ സാധിക്കും. അത്രയും ഗൗരവമുള്ള വിഷയം വാജിബായിട്ടുള്ള നിസ്കാരം. പണ്ഡിതന്മാർക്കിടെ അഭിപ്രായ വ്യത്യാസം കാണാൻ സാധിക്കും. എണ്ണത്തിന്റെ വിഷയത്തിൽ 3 നിസ്കാരം അടുപ്പിച്ച്, അല്ലെ 3 നിസ്കാരം അവൻ ഉപേക്ഷിച്ചാൽ ഇതൊന്ന് പുറത്തു പോകും, അതല്ല 5 എന്ന്. ഇത്തിഫാക്കുള്ള വിഷയമാണ്. ഒരാൾ മുസ്ലിമീങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നു, അവൻക്കറിയാം നിസ്കാരം നിർബന്ധമാണ് എന്നുള്ളത്. അവൻ കൃത്യമായിട്ട് നിസ്കരിച്ചിട്ട് ദീൻ ഇസ്ലാമിന് പുറത്താണ്. ഇസ്ലാമിക ഭരണകൂടാണെങ്കിൽ അവന് തെളിവുകൾ എത്തിച്ചു കൊടുത്ത് അവന്റെ ഹദ് നടപ്പിലാക്കണം. ഇനി അതല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ ഖബർസ്ഥാനിൽ അവനെ മറമാടാൻ പാടില്ല എന്ന ഇസ്ലാമിന്റെ, അവനെ കഫൻ ചെയ്യാൻ പാടില്ല, അവനക്ക് വേണ്ടി നിസ്കരിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിക നിയമം. അത്രയും ഗൗരവമുള്ള വിഷയമാണ് നിസ്കാരത്തിന്റെ വിഷയം. വാജിബായിട്ടുള്ള നിസ്കാരം കൃത്യമായി കൂടെ നിർവഹിക്കണം സഹോദരങ്ങൾ. 5 വക്ത് ദുനിയാവിന്റെ വിഷയത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാ കാര്യത്തിനും അവൻ ഇറങ്ങുന്നുണ്ട്. നിസ്കരിക്കാൻ മാത്രം സമയമല്ല. അങ്ങനെ അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റുള്ള ഇബാദത്തുകളും ശ്രദ്ധിക്കേണ്ടത്. ശാരീരികമായി കൊണ്ടും കൈകാലുകൾ കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകൾ, അതുപോലെ തന്നെ നാവ് കൊണ്ട് പറയുന്ന ഇബാദത്ത്, ദിക്റുകൾ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ പോലുള്ള ദിക്റുകൾ പറയണം. അത് ഇബാദത്താണ്. ഒഴിഞ്ഞിരിക്കുമ്പോൾ ദിക്റുകൾ ചെല്ലുക. നമ്മൾ ഒഴിഞ്ഞിരിക്കുമ്പോൾ നേരെ എടുക്കുന്നത് കയ്യിലുള്ള സെൽഫോണാണ്, കയ്യിലുള്ള സ്മാർട്ട് ഫോണാണ്. എന്നിട്ട് അതിൽ കാണുന്നത് വൃത്തികേടുകളാണ്. ഔദു ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ നമ്മെ. പിന്നീട് സഹോദരങ്ങളെ, പിന്നീട് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് മാനസികമായിട്ടുള്ള ഇബാദത്ത്. എങ്ങനെ കൽബ് കൊണ്ട് ഇബാദത്ത്, അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുക. എല്ലാ വിഷയങ്ങളും റബ്ബിനെ മാത്രം തവക്കുൽ ചെയ്യുക. ആദ്യം ഒരു പ്രയാസമോ പ്രതിസന്ധി ഉണ്ടായ എൻ്റെ റബ്ബിലേക്ക് മടങ്ങണം എന്നുള്ള ചിന്ത വരിക, അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുക. അതുപോലെ തന്നെ തിന്മ ചെയ്തു പോയാൽ ഇസ്തിഗ്ഫാർ കൽബിൽ നിന്ന് ഉണ്ടാകുക എന്നുള്ളതാണ്. മനുഷ്യരാണ് സഹോദരങ്ങൾ, തിന്മകൾ ചെയ്തു പോകാം, അവിടെ ഇസ്തിഗ്ഫാർ നടത്തുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മൾ പഠിപ്പിച്ചതുപോലെ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മൾ ഈമാൻ വർദ്ധിക്കാനുള്ള, ഈമാൻ സംരക്ഷിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നുള്ളത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക. പ്രയാസപ്പെടുന്ന സഹോദരന്മാർക്ക് രോഗം കൊണ്ടാകട്ടെ, മറ്റു പ്രയാസങ്ങൾ കൊണ്ടാകട്ടെ, തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത സഹോദരന്മാരെ സഹായിക്കുക. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് സഹായിക്കുന്നത് നാട്ടിൽ 2 ബാനർ അടിക്കാനോ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കാനോ വേണ്ടിയല്ല. അതിനു വേണ്ടിയാണ്. അതിൽ പ്രതിഫലം കിട്ടൂല. അള്ളാഹുവിൻ്റെ അടുത്ത് പ്രതിഫലം കിട്ടണം. തന്റെ പരലോകത്തിൽ
ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് പ്രതിഫലം ലഭിക്കണം എന്നുള്ളതിന് വേണ്ടിയായിരിക്കും, തന്റെ സംഘടനയ്ക്ക് വേണ്ടിയോ സംഘത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഏതൊരു ക്ലബിന്റെ പേരിലാണെങ്കിൽ അത് നാട്ടുകാർ നല്ലത് പറയുമെന്നല്ലാതെ അള്ളാന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടൂല. അള്ളാന്റെ അടുത്ത് പ്രതിഫലം കിട്ടണമെങ്കിൽ അത് കൃത്യമായിട്ടുള്ള ഇഖ്ലാസ് വേണമെന്നുള്ളതാണ്. സ്വഹാബത്ത് റളിയല്ലാഹു തആല അൻഹും അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ആരാണ് സഹായിച്ചത്, ആരാണ് ഭക്ഷണം നൽകിയത്, ആരാണ് ഇതെല്ലാം ചെയ്തത് പോലും പലർക്കും അറിയില്ലായിരുന്നാണ്. പലരും വഫാത്താകുമ്പോഴാണ്, മരിക്കുമ്പോഴാണ് ഈ സഹായം ചെയ്തിരുന്നത് ഈ സ്വഹാബിയായിരുന്നു എന്ന് മനസ്സിലാക്കിയത്. സുബ്ഹാനല്ലാഹ്. ഈ ഒരു കാലഘട്ടത്തിൽ 2 റുപ്യ കൊടുത്താൽ, ഒരു 10 റുപ്യ കൊടുത്താൽ, അല്ലെങ്കിൽ അല്പം സമ്പത്ത് കൊടുത്താൽ പിന്നീട് അതിന് പരസ്യം ഞങ്ങൾ ഇങ്ങനെ ചെയ്തു, ഞങ്ങളുടെ സംഘടന ഇത്ര കാലമായിക്കോട്ടെ ഇത്ര ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അതുകൊണ്ട് പരലോകത്ത് ഉപകാരം ഉണ്ടാകില്ല എന്നുള്ളതാണ്. അത് മാത്രം അവർക്ക് ഉപദ്രവം, റിയാഇന്റെ ശിക്ഷയോ അവർക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അപ്പൊ അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമാണ് അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളത്. ദീനിനെ, ഈമാനെ നിലനിർത്താനുള്ള ദുആ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ ദുആ ചെയ്തിരുന്ന ദുആ ആയിരുന്നു അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, കൽബുകളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എന്റെ കൽബിനെ നിന്റെ മതത്തിൽ നീ ഉറപ്പിച്ചു നിർത്തണമേ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ ദുആ ചെയ്തിരുന്ന കാര്യമായിരുന്നു എന്നുള്ളതാണ്. ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണ്. മുമ്പ് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായിട്ടുള്ള എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട പ്രവാചകനാണ്. മനുഷ്യരിൽ ഏറ്റവും ഉത്തമനാണ്. അവിടുന്ന് ഇപ്രകാരം ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം ദുആ ചെയ്യണം. അതുപോലെ തന്നെ ഇതുപോലുള്ള ദുആകൾ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ വന്ന മറ്റൊരു ദുആ ആണ് അല്ലാഹുമ്മ റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈനാ റബ്ബേ, ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിന് ശേഷം ഞങ്ങളുടെ കൽബുകളെ നീ തെറ്റിച്ച് കളയരുത് റബ്ബേ എന്ന് ദുആ ചെയ്യുക. ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, റബ്ബേ നീ നിന്റെ റഹ്മത്ത് എന്നുള്ള നിന്റെ ഗിഫ്റ്റ്, നിന്റെ ഔദാര്യം ഞങ്ങൾക്ക് നൽകണമേ. ഇന്നക അൻതൽ വഹാബ്, തീർച്ചയായിട്ടും നീ അങ്ങേയറ്റ ഔദാര്യം നൽകുന്നവനാകുന്നു എന്നുള്ള ദുആ. ഈമാൻ നിലനിർത്താൻ വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളൊരു മുഅ്മിന്റെ മേൽ അനിവാര്യമായിട്ടുള്ള കാര്യം ഈമാൻ നിലനിർത്തപ്പെടാൻ. അതും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ നിലനിർത്തിക്കൊണ്ടും അമലു സാലിഹാത്തുകളിൽ മുന്നേറിക്കൊണ്ടും മുന്നോട്ട് പോകുന്ന സത്യവിശ്വാസികളിൽ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مسرف القلوب سرف قلوبنا على طاعتك. اللهم إنا نسألك ربنا ألا نزيغ قلوبنا بعد إذ هدانا، ونسأله أن يهب لنا من لدنه رحمة إنه هو الوهاب. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا